ഇന്ന് നമുക്ക് ഗോതമ്പിന്റെ പുട്ടുണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പിന്റെ പുട്ടും അതിന് കൂടെ നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് ഒരു ചെറുപയർ കറിയും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ പുട്ടുകുറ്റിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റീലിന്റെ ഗ്ലാസിന്റെ അകത്തും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് പുട്ടിന്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പിൻ്റെ പുട്ടും ചെറുപയർ കറിയുമാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ഞാൻ ഇന്നലെ രാത്രി തന്നെ ചെറുപയറൊക്കെ കഴുകി വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോൾ നന്നായിട്ട് ചെറുപയറൊക്കെ കുതിർന്നിട്ടുണ്ട്. ഒരു പ്രഷർ കുക്കറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇതിലേക്ക് നമ്മൾ ഒരു കുറച്ച് തക്കാളിയും പച്ചമുളകും ഉള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു പകുതി തക്കാളി, വലിയ തക്കാളി അതാണ് പകുതിയേ എടുത്തിട്ടുള്ളൂ, കുറച്ച് വെളുത്തുള്ളി, ഒരു പകുതി സവാള അരിഞ്ഞതും, പിന്നെ ആവശ്യത്തിന് പച്ചമുളകും ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമ്മളിതൊന്ന് വേകാൻ വെക്കാം. ഒരു 3 വിസിലാകുമ്പോൾ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളമേ ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ. ഒഴിച്ച് ഇത് കവർ ചെയ്ത് വേകാൻ വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഗോതമ്പ് പുട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു ബൗളിലെടുത്തിട്ട് ആ ബൗളിലേക്ക് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കുറച്ച് തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം ചിരകിയ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗോതമ്പ് പൊടിയും ഉപ്പും തേങ്ങയും കൂടെ നന്നായിട്ട് കൈകൊണ്ടൊന്നൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ഈ പൊടീനെ ഒന്ന് നനച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കാതെ കുറേശ്ശെ ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് നനയ്ക്കണേ. അപ്പം നന്നായിട്ട് പൊടിയൊന്ന് നനയുകയും ചെയ്യണം. ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്കതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. അപ്പം നല്ല നൈസായിട്ട് കിട്ടും നമുക്ക്. അപ്പം കുറേശ്ശെ ഞാൻ വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്, അതൊന്നും സാരമില്ല. ഈ രീതിയിൽ തന്നെ നമ്മൾ മാവൊന്ന് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഇപ്പം കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇപ്പം എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് നമ്മൾ റിവേഴ്സിലൊന്ന് പൾസ് ചെയ്താൽ മതി. ഇതുകൊണ്ട് ഇതുപോലെ നല്ല നൈസായിട്ട് പൊടി കിട്ടും നമുക്ക്. അപ്പോൾ ഒത്തിരി ഓവറായിട്ട് അങ്ങ് കുഴഞ്ഞു പോകത്തുമില്ല, എന്നാൽ നമുക്ക് പുട്ടിനുള്ള പാകത്തിനായിട്ട് ഇത് കിട്ടുകയും ചെയ്യും. ഇതുപോലെ ചെയ്ത് നമ്മൾ ഇപ്പോൾ പുട്ടിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിൽ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അതില്ലെങ്കിൽ നമുക്ക് ഗ്ലാസിൻ്റെ അകത്തൊക്കെ ചെയ്യാം. അത് ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കാം എങ്ങനെയാണ്. ഇതുപോലെ നൈസായിട്ട് നമുക്ക് പുട്ടിൻ്റെ പൊടി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ പുട്ടുണ്ടാക്കുന്നത് നമ്മുടെ കയ്യിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടാവില്ല, എല്ലാവരുടെയും കയ്യിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടാവും. ഇതുപോലെ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ ഗ്ലാസ്സിൽ നമുക്ക് പുട്ട് റെഡിയാക്കാം. ഇല്ലെങ്കിൽ ഇഡ്ഡലി പാത്രം അല്ലെങ്കിൽ നമ്മൾ കറിയൊക്കെ കൂട്ടുന്ന പാത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമുക്കത് ഇപ്പോൾ രാവിലെയൊക്കെ നമ്മൾ തിരക്ക് പിടിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് പെട്ടെന്ന് ചെയ്ത് ഓരോരോ പുട്ടിൻ്റെ പാത്രത്തിലേക്കാണെങ്കിൽ ഓരോന്നല്ലേ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഞാനിപ്പം എടുത്തു വെച്ചിരിക്കുന്ന ആ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലും ഇഡ്ഡലിയുടെ പാത്രത്തിലും കുറേശ്ശെ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അത് കൂടെ ഇതിലേക്ക് ഇതുപോലെ നമ്മൾ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പം നമുക്കൊരു പകുതി പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് നടുക്ക് കുറച്ച് തേങ്ങ കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കുക. ഇതുപോലെ ചെറിയ ഇഡ്ഡലി പാത്രമൊക്കെ ആണെങ്കിൽ അതിൻ്റെ നമുക്ക് നടുക്കൊന്നും തേങ്ങ വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല, തീരെ ചെറുതല്ല. അപ്പോൾ കറി കൂട്ടുന്ന പാത്രമൊക്കെയാണ്, കുറച്ച് വലിയ കറിയൊക്കെ നമ്മൾ എടുക്കുന്ന പാത്രമാണെങ്കിൽ അതിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ ഇതുപോലെ ലെയറായിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ ഞാൻ അടിയിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് പുട്ടിൻ്റെ പൊടി ഇട്ടു, പിന്നെയും കുറച്ച് തേങ്ങ ഇട്ടു, പിന്നെ പുട്ടിൻ്റെ പൊടി ഇട്ടു, അങ്ങനെ ലെയറാക്കി എടുത്തിട്ടുണ്ട്. ആ ചെറിയ പാത്രത്തിൽ ലാസ്റ്റ് അടിയിൽ കുറച്ച് തേങ്ങ ഇട്ടു, പിന്നെ നമ്മൾ പുട്ടിൻ്റെ പൊടി ഇട്ടു, അതിൻ്റെ മേലെ കൂടെയും കുറച്ച് തേങ്ങയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റീമറോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രമോ എന്തെങ്കിലും നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇതെടുത്ത് ഇതിൽ ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി. അപ്പം ഇതിപ്പം നമ്മൾ 10 മിനിറ്റ് കവർ ചെയ്ത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. ആ സമയത്ത് നമ്മൾ വേഗം വെച്ചിരിക്കുന്ന നമ്മളുടെ ചെറുപയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം.
ഞാനിപ്പം 1.5 സ്പൂണ് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും വേവിക്കാൻ നേരത്ത് ഇട്ട് കൊടുത്തില്ലായിരുന്നു, മഞ്ഞൾപ്പൊടിയും. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കുറച്ച് മുളക് പൊടി, നല്ലൊരു ടേസ്റ്റും ഒരു കളറും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 സ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് നമ്മൾ ഉടച്ചെടുക്കണം. അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മളെ തക്കാളിയും ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. എടുത്തിട്ട് നമുക്കിതും മാറ്റി വെക്കാം. എന്നിട്ട് ഇതിനൊന്ന് നമ്മൾ ഒന്ന് താളിച്ചെടുത്താൽ മതി. അപ്പം നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം കടുകും പിന്നെ നമ്മളിട്ട് കൊടുക്കുന്ന കുറച്ച് ജീരകവും കൂടെയാണ്. പുട്ടിന് ബെസ്റ്റ് കോമ്പിനേഷനാണ് ചെറുപയർ കറി. നല്ല അടിപൊളി ടേസ്റ്റുമാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. ഇപ്പം ഞാനിതിലേക്ക് കടുകും ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കായപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ചേർക്കുന്ന കരിവേപ്പിലയും പിന്നെ ഉണക്കമുളക്, നമ്മുടെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും ഒരു കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുപയർ ഉണ്ടല്ലോ, കൂട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ടെങ്കിൽ മാത്രം, ഇതിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. വെള്ളം ഒഴിച്ചില്ല ഈ ഒരു പരുവത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിന് തിളപ്പിക്കണം എന്നില്ല, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പം നമ്മളുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ആ സമയത്ത് നമ്മുടെ കറിയും നമ്മുടെ ചെറുപയർ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോടുകൂടി നമുക്ക് ഈ പുട്ടും ചെറുപയർ കറിയും വേണമെങ്കിൽ ഒരു പഴവും കൂടെ നമുക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, നമുക്ക് ഡിന്നറായിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ പുട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ എടുക്കാൻ നേരത്ത് ഇതുപോലെ ഒന്ന് പതുക്കെ എടുത്തു കൊടുത്താൽ മതി. നമ്മൾ അടിപൊളിയായിട്ടുള്ള ഗോതമ്പിൻ്റെ പുട്ടും ചെറുപയർ കറിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. രാവിലെ തന്നെ നമ്മളൊരു പുട്ടൊക്കെ റെഡിയാകുന്ന ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ടുള്ളൊരു ചെറുപയറിൻ്റെ കറിയും. ഈ കറി നമുക്ക് പുട്ടിൻ്റെ കൂടെ മാത്രമല്ല, ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയൊരു വീഡിയോ കാണാം.